JRCM, ഗുഡ് മോർണിംഗ് ഓൾ. വീണ്ടും ഒരു സുദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് RCFന്റെ ചരിത്രത്തിലെ വലിയൊരു സംഭവമായിട്ട് എന്നും നമ്മൾ ഓർക്കാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. ഈ ദിവസം നിങ്ങൾക്ക് കലണ്ടറിലോ ഡയറിയിലോ അല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കാൻ കഴിയുന്നതായിരിക്കും. RCFിലെ മഹാഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന BCG ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തുന്നു. എൻ്റെ പേര് നാരായൺ മൂർത്തി. RCFിലെ സ്റ്റാർ റൂബി എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെ വളരെ യാദൃശ്യമായി RCF എന്ന് പറയുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് അറിയാൻ ഇടവന്നു. നമ്മുടെയൊക്കെ അപ്ലൈനായിട്ടുള്ള ഗോപകുമാർ സാർ മുഖാന്തരം RCFിൽ മെമ്പർഷിപ്പ് എടുക്കാൻ അവസരമുണ്ടായി. ഏകദേശം ഒരു വർഷത്തിന് ശേഷം വലിയൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യമുണ്ടായപ്പോൾ എൻ്റെ കണ്ണു തുറന്നു. RCFിന്റെ സാധ്യത മനസ്സിലായി. എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായിട്ടും RCFിൽ ഇൻവോൾവ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തിരിഞ്ഞു നോക്കാതെയുള്ളൊരു പ്രവർത്തനം. ഇന്ന് 20 വർഷം പിന്നിടുന്ന RCFിൽ കേവലം 15 വർഷം മാത്രം എത്തി നിൽക്കുന്ന കേരളം എല്ലാ തരത്തിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിൽ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സാഹചര്യം, ലോകത്താകമാനം ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലിയായിട്ട് RCF നിലകൊള്ളുകയാണ് എന്നുള്ള വസ്തുത സത്യത്തിൽ അറിയാവുന്ന ഈ ചെറിയൊരു ജനവിഭാഗം RCF ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം പ്രധാനമായിട്ടും ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഹരിത സഞ്ജീവനിയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം കൂടിയാണ്. RCFിന്റെ 20ാമത്തെ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ധാരാളം പ്രൊമോഷൻ പരിപാടികളുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ ബ്രാൻഡ് പാർട്ട്ണറായിട്ടുള്ള ഹരിത സഞ്ജീവനിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ രവീന്ദർ ഷിരോഡെ സാറാണ്. RCF ഹരിത സഞ്ജീവനിയായിട്ടുള്ള അസോസിയേഷൻ തുടങ്ങിയ സമയം മുതൽ കേരളത്തിലെ പ്രവർത്തനങ്ങളെ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അനവധി തവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ കാര്യമായ ബിസിനസ് ഒന്നും ഇല്ലാതിരുന്ന സമയം മുതൽ പോലും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്ന് I welcome Dr. Ravinder Shirode and the team to Kerala Zoom for the program. And साथ में BCG भी आया हुआ है. एक बार और केरला में आने के लिए सर को बहुत बहुत वेलकम करता हूँ. 2 हफ्ता मतलब पिछले बार सर आए थे, थोड़ी देर के लिए हमारा एक ऐसे प्रमोशन के लिए आया था. लेकिन आज हम बहुत खुश है कि आज हरि संजीवनी के साथ ज्यादा टाइम हमारे साथ सर स्पेंड करने वाला है. एंड all are excited to listen to BCG. I welcome BCG also to Kerala, and to invite BCG for the program I hand over to Shirode sir. Sir, please. Yes sir, JRCM. बहुत बहुत धन्यवाद मूर्ति सर. आप हमें हमेशा मौका देते रहते हो और आपके साथ बात करने का, आपकी टीम के साथ बात करने में बहुत अच्छा लगता है. बहुत एक्साइटमेंट होती है. लोग बहुत अच्छे हैं, समझदार है. तो बिना वक्त गवाए मैं मेरी बहुत कम समय में बात रखने की कोशिश करता हूँ, क्योंकि आज का जो समय है महत्वपूर्ण वो इसलिए है कि हरित संजीवनी एक बहुत ही शानदार जानदार एक ऑफर लेके आई है. और उसके लिए जिनकी प्रेरणा की वजह से ये ऑफर निर्माण हुआ, जिनकी प्रेरणा की वजह से हम आज इस मकाम तक पहुंचे हैं, ऐसे श्रद्धेय गुरुदेव BC छाबड़ा सर को मैं प्रणाम करता हूँ, वंदन करता हूँ. सर ज्वाइंट हो चुके हैं. सर अगर आपको आवाज सुनाई दे रही है आप अनम्यूट कर सकते हैं. सर आपको को-होस्ट बना दिया है, आपको को-होस्ट बना दिया है, आप अनम्यूट कर सकते हो.
हाँ, सर भी आ गए हैं। यस सर। हाँ, बहुत बहुत स्वागत है सर आपका केरला की ये बहुत लाजवाब टीम में। और मैं ऐसा मानता हूँ कि भगवान की आरसीएम, छुट्टी का आए हूँ मैं। हाँ, आरसीएम की रिस्टार्ट के बाद तैरता ही रहते हैं। मूर्ति जी ऐसे एक लीडर है जिन्होंने, मूर्ति जी साक्षात मूर्ति है। हाँ, बहुत बहुत थैंक यू सर, थैंक यू सर। बहुत सारी पिने अचीव की है उन्होंने रिस्टार्ट के बाद। आई मेरे ख्याल से सबसे ज्यादा पिन अचीव करने वाले लीडर होंगे वो। तो ऐसे बहुत ही और मैं गुरुदेव को सर एक थोड़ी सी बात बताना चाहता हूँ। मैं मूर्ति जी के साथ बहुत सारे ट्रेनिंग्स किए सर मैंने हरि संजीवनी के, और मैंने इनसे इनकी मैनेजमेंट के बारे में बहुत सीखा। तो मैं हमेशा इनको पूछते रहता हूँ कि सर आपका काम का स्ट्रैटेजी क्या है, तरीका क्या है। तो सर मैं एकदम गारंटी के साथ बोल सकता हूँ कि आरसीएम सिस्टम में सबसे बेहतरीन काम का तरीका मूर्ति जी का है, बहुत शानदार। तो अभी तो आज साउथ इंडिया के सबसे पहले कोर टीम के साथी बने हैं। यस 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 बिल्कुल। और मुझे ऐसी गारंटी लग रही है अभी कि रिस्टार्ट के बाद सबसे पहले डायमंड वही बनने वाले हैं। बिल्कुल तो बिल्कुल। बहुत तेजी से बिजनेस ग्रो हो रहा है। तो मैं ज्यादा वक्त न लेते हुए सिर्फ 5 मिनट में, क्योंकि आज सबसे महत्वपूर्ण है और बहुत लोगों की गैदरिंग बहुत अच्छी हो गई सर। 300+ लोग हो रहे हैं ये, बस आप, और YouTube पे लाइव भी प्रोग्राम हो रहा है सर ये। और आज बहुत बड़े पैमाने पे यहाँ पर धमाका होने वाला है। श्रद्धेय गुरुदेव बीसी छाबड़ा जी, मूर्ति जी, मैं आपको गारंटी देता हूँ, पिछले बार आपने गुरुदेव को सुना होगा, इससे पहले भी बार बहुत सुना होगा, मगर आज सुनने के बाद आपको ऐसा लगेगा कि कुछ नया मिला है। इसका कारण मैं बताना चाहता हूँ आपको, क्योंकि मैं 8 तारीख को गुरुदेव का प्रोग्राम था नॉर्थ इंडिया के लिए, हरि संजीवनी के साथ गुरुदेव आए। फिर कल साउथ इंडिया, केरला, अपना कर्नाटक और आंध्रा के लिए था। इतना गजब की और एक बारकाई से जानकारी दे रहे हैं। और गुरुदेव अभी 10 दिन एक बहुत बड़ा शिविर करके आए हैं, तो उनके जो इंटरनल एनर्जी से जो निकल रहा है वो बहुत ही गजब है, उसकी तुलना नहीं हो सकती। तो ऐसा मार्गदर्शन आज केरला वालों के लिए मिलने वाला है। तो मैं बहुत बहुत धन्यवाद देता हूं गुरुदेव को। और गुरुदेव, मैं 2 मिनट में स्क्रीन शेयर के माध्यम से यह ऑफर के बारे में बताना चाहता हूं। अगर मूर्ति जी आप थोड़ा ब्रीफ करना चाहते हैं तो कर सकते हैं सर। थैंक यू। ശരിയുടെ സാർ വളരെ എക്സൈറ്റഡ് ആണ്. കഴിഞ്ഞ 2 ദിവസം ബിസിജിയോടൊപ്പം ഉള്ള പ്രോഗ്രാം, അതിന്റെ റിസൾട്ട് നമുക്ക് അദ്ദേഹം പറയുന്നത് വർണ്ണനാതീതമാണെന്നാണ്. ഒരു പക്ഷേ നമ്മുടെ ആളുകൾക്ക്, ഹിന്ദി അറിയാവുന്നവർക്കറിയാം ബിസി സാറിന്റെ എനർജി ലെവൽ എന്താണെന്ന്. ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന എനർജി, പ്രോത്സാഹനം എന്താന്നുള്ളത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇന്ന് നമുക്കും അങ്ങനെ ഒരു സമയം വന്നിരിക്കുകയാണ്. ഇപ്പൊ ഷിരോഡ് സാർ പറഞ്ഞത് ഒരു 15 ദിവസത്തെ എന്താ പറയാ പ്രത്യേകം ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ആ എനർജിയും കൂടെ അഡീഷണൽ ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ടീമിന് വലിയൊരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്നാണ്. ഇപ്പോ കേരളത്തിലെ ടീമിന്റെ പ്രവർത്തനത്തെ ആണ് അദ്ദേഹം ആദ്യം തന്നെ അഭിനന്ദിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വളരെ എന്താ പറയാ ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. थैंक यू सर। बहुत बहुत धन्यवाद सर। मैं बहुत खुश हूं कि आज मैं बात कर रहा हूं, क्योंकि आज ये जो साल है मूर्ति जी, मुझे बड़ी खुशी हो रही है आप लोगों की मेहनत से, आप लोगों के सहकार्य से। हम लोग आरसीएम सिस्टम के साथ 11 साल पूरे हो चुके हैं हमारे। ये 11 साल का एसोसिएशन है और इसमें आप लोगों का बहुत बड़ा योगदान है, क्योंकि आप लोगों ने हमें इतना सहकार्य किया और कॉपरेशन किया। तो 11 साल इस एसोसिएशन के माध्यम से आरसीएम सिस्टम के साथ हरि संजीवनी एक बहुत बड़ा पर्व मनाने जा रही है साथियों। अब ये सोच रहे होंगे कि अब मैं आपको क्या बताने वाला हूं साथियों। बहुत शानदार आरसीएम सिस्टम में अभी सही मायने में एक बहुत खतरनाक मोड आया है, जो कभी
कोई कंपनी नहीं कर सकती, और वो मोड है डिस्प्ले वॉल। साथियों, ये डिस्प्ले वॉल को माइक्रो डिस्ट्रीब्यूशन सिस्टम कहते हैं। ये अपनी इस सिस्टम को कहां से कहां लेके जा सकती है और आपके बिजनेस को कहां से कहां लेके जा सकती है। मैं गुरुदेव को बताना चाहता हूं, गुरुदेव केरला में मूर्ति जी के टीम में 2000 से ज्यादा डिस्प्ले वॉल रजिस्टर हो चुके हैं, और इस महीने मेरे ख्याल से 1000 से ज्यादा और उसमें ऐड होने वाले हैं। और उन्होंने जो बातें बताई वो मैं बता रहा हूं आपको कि चेंगनूर डेपो ये इंडिया में टॉप फर्स्ट में आया पिछले महीने। इतना बड़ा बिजनेस केरला में हो रहा है साथियों। सर, अब वही डिस्प्ले वॉल वालों के लिए हरित संजीवनी ने गुरुदेव के मार्गदर्शन पर, डीसी सर के मार्गदर्शन पर बहुत शानदार ऑफर दिया है, एक्सक्लूसिव फॉर डिस्प्ले वॉल। और यहां पर बहुत बड़ा धमाका होगा। एक्सक्लूसिव फॉर डिस्प्ले वॉल क्या ऑफर है? तो ऑफर है 5 पाउच के ऊपर 1 पाउच फ्री। साथियों, आप इसका कैलकुलेशन लगा सकते हैं। 1 पाउच 100 रुपए का है, 5 पाउच 500 के, उसके ऊपर 100 रुपए का पाउच फ्री है। 20% का मार्जिन है। 20% का मार्जिन आज तक न कभी मिला था, न इसके बाद कभी मिल सकता है, इसकी कोई गारंटी नहीं है। ये सिर्फ गुरुदेव के प्रेरणा की वजह से हुआ है। उनका शब्द हम आज्ञा के जैसा मानते हैं। तो साथियों, बहुत सारे लोगों के कंफ्यूजन है कि ये ऑफर वर्क कैसे करेगा। सिंपल है, आपकी अगर डिस्प्ले वॉल है तो आप आपके डिस्प्ले वॉल के आईडी पर बिल कटवाइए पिकअप सेंटर से। 5 पाउच का बिल कटेगा, 6 नंबर का यानी कि फ्री का पाउच आपको बिना बिल मिलेगा, पिकअप सेंटर वाला आपको देगा। फिर पिकअप सेंटर वाले को कहां से मिलेगा? डेपो से मिलेगा। कब मिलेगा? डिस्प्ले वॉल का बिल काटने के बाद आपको वो पाउच डेपो से मिलेगा। डेपो वालों को ऑलरेडी सॉफ्टवेयर में ये सारी चीजें अपडेट करा दी गई है, उनको सब कुछ पता चल जाएगा इनको कितने पाउच देने हैं। आपको टेंशन लेने की जरूरत नहीं है, चिंता करने की जरूरत नहीं है। तो साथियों, ये ऑफर है। और मैं आपको बताने जा रहा हूं हरित संजीवनी, या हरित संजीवनी के एग्रीकल्चर प्रोडक्ट में श्योर शुगर करके एक प्रोडक्ट है जो 1 एकड़ के लिए 1700 ग्राम का है। केरला में गन्ने का उत्पादन वैसे भी कम होता है, मगर इसके लिए हमने अभी बहुत लोगों के डिमांड पर आधे एकड़ का बॉक्स निकाला है, 850 ग्राम का। अभी से लॉन्च हो चुका है। 2050 रुपए एमआरपी है, 1440 रुपए डीपी प्राइस है, और बिजनेस वॉल्यूम 1080 है। हरित संजीवनी टूर धमाका। साथियों, हरित संजीवनी ने 1 अक्टूबर 2019 से लेके सितंबर 2020 यानी कि टोटल 12 महीने का टूर धमाका दिया है। 1 लाख बिजनेस वॉल्यूम नासिक टूर 1 नाइट 2 डे, 3 लाख बिजनेस वॉल्यूम 3 नाइट 4 डे इंडिया डोमेस्टिक टूर, होम टू होम 100% फ्री, और 6 लाख बिजनेस वॉल्यूम मलेशिया टूर, होम टू होम 100% फ्री। अब बहुत सारे लोगों के मन में ये शंकाएं आती होगी कि सर, ये टूर किसी ने अचीव किया है क्या? तो मैं उसकी झलक आपको दिखाना चाहता हूं, केरल वालों को झलक दिखाना चाहता हूं। साथियों, ये अगस्त एंड तक की लिस्ट है। 1 अक्टूबर 2019 से लेके 30 अगस्त 2020 तक की लिस्ट है। सितंबर महीना बाकी है। इसमें नंबर 1 टॉप फर्स्ट हरित संजीवनी टॉप फर्स्ट परचेसर कुलाई रेड्डी यानी कि श्रीदेवी, दोनों हस्बैंड वाइफ पे, मिसेस के नाम पे नंबर है, आनंदपुर फ्रॉम आंध्र प्रदेश। 13,03,383 बिजनेस वॉल्यूम। आप सोच सकते हो 13,000 डबल मलेशिया टूर क्वालिफायर। 8,16,846 से कयूम हिंगोली फ्रॉम महाराष्ट्र मलेशिया टूर क्वालिफायर। उपलपति तेजा 7,45,000 गुंटूर आंध्र प्रदेश, और सुनीता 7,07,000 आंध्र प्रदेश, अगेन आंध्र प्रदेश। साथियों देखिए, फिर ये 4 लाख बिजनेस वॉल्यूम वाले, 3 लाख बिजनेस वॉल्यूम वाले जो इंडिया डोमेस्टिक टूर उन्होंने अचीव कर लिया है। मारुति राघवन है, देवेंद्र है, रवि कुमार जी है, संतोष जी है, पामुली नारायणन है, भावनी के, ये सब आप देखोगे तो 3 लाख, 2 लाख, और फिर आगे आके 1 लाख पे आ जाओगे। तो आज तक मलेशिया टूर और डोमेस्टिक टूर में 35 लोग क्वालिफाई हो चुके हैं,
और 1 लाख बिजनेस वॉल्यूम। नासिक टूर में 100 लोग क्वालिफाई हो चुके हैं, 100 लोग। मैं ये सारी लिस्ट आपको इसलिए दिखा रहा हूं कि बहुत सारे लोगों को ऐसे लगता है कि हरित संजीवनी पे कोई काम ही नहीं करता, मगर ऐसा नहीं है। मूर्ति जी, अभी आपकी जिम्मेदारी है, अगली बार केरला के लोग इसमें आने चाहिए। इसमें अभी केरला के कोई नहीं है, अब जम्मू कश्मीर जैसे राज्यों से लोग आने लग गए। तो साथियों, बहुत बड़े पैमाने पे इन सारी चीजों के ऊपर काम हो रहा है। क्योंकि मेरा वक्त महत्व का नहीं है, आज श्रद्धेय गुरुदेव बीसी जी का बहुत अमृततुल्य विचार आपको सुनने हैं, तो मैं ज्यादा वक्त न लेते हुए मूर्ति जी को एक रिक्वेस्ट करता हूं कि सर इसको ब्रीफ कर दीजिए। आपको जब भी स्लाइड चेंज करनी हो तो मुझे बता दीजिए, मैं स्लाइड चेंज कर दूंगा। इसको ब्रीफ कीजिए, फिर मैं 1 मिनट के लिए वापिस आ जाऊंगा। प्लीज मूर्ति सर। താങ്ക് യു സർ. ആർസിഎമായിട്ടുള്ള ഹരിസഞ്ജീവനിയുടെ അസോസിയേഷൻ 11 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒരു ഉൽപ്പന്നത്തിൽ തുടങ്ങി ഇന്ന് 8ഓളം ഉൽപ്പന്നങ്ങൾ, അതിൽ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ആ ഒരു സത്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള പരമമായ ലക്ഷ്യത്തിലാണ് ഹരിസഞ്ജീവനി പ്രവർത്തിക്കുന്നത്. ആ ഒരു മിഷൻ ഇന്ത്യയിലൊട്ടാകെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളെയും അമിത രാസവള പ്രയോഗത്തെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ആർസിയുമായിട്ട് കൈകോർത്തുകൊണ്ട് 11 വർഷം വിജയകരമായി പിന്നിട്ടിരിക്കുന്നു. സർ, നെക്സ്റ്റ് സ്ലൈഡ്. ഇന്ന് ആർസിഎമ്മിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന പുതിയ ഒരു അതായത് മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ്. 1 കോടി ഡിസ്പ്ലേ അവാർഡുകളാണ് ആർസിഎം വിഭാവനം ചെയ്തിരിക്കുന്നത്. ആ ഡിസ്പ്ലേ അവാർഡിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഏറ്റവും മഹത്തായ ഒരു വലിയ ഓഫറാണ് ഹരിത സഞ്ജീവനി കൊടുത്തിരിക്കുന്നത് ഗാർഡൻ ഗോൾഡിലൂടെ. സർ, നെക്സ്റ്റ് സ്ലൈഡ്. ഒരു ഡിസ്പ്ലേ അവാർഡിലേക്ക് പിക്കപ്പ് സെന്ററിൽ നിന്ന് 5 ഗാർഡൻ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് ഗാർഡൻ ഗോൾഡ് ഡിസ്പ്ലേ വാളിന്റെ ഐഡിയിൽ ബില്ല് ചെയ്യുമ്പോൾ അവർക്ക് സൗജന്യമായി ഒരു ഗാർഡൻ ഗോൾഡ് വാങ്ങാനുള്ള അർഹത ഉണ്ടാകുന്നു. അത് ആ പിക്കപ്പ് സെന്ററിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഒരു പക്ഷേ പിക്കപ്പ് സെന്റർ നടത്തുന്നവർക്ക് സംശയം ഉണ്ടാകും. അതിൽ വേറൊരു സംശയത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പിക്കപ്പ് സെന്ററുകാർ തരുന്നു, അതിന്റെ കണക്ക് കാണാവുന്ന തരത്തിൽ സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ നടത്തി ഡിപ്പോയിൽ അത് ലഭ്യമായിരിക്കും. അതുകൊണ്ട് ഡിസ്പ്ലേ വാളിലേക്ക് 5ഓ 5ന്റെ ഗുണിതങ്ങളോ ആയി ബില്ല് ചെയ്യുന്ന ഗാർഡൻ ഗോൾഡിന് ഒരു 5ന് 1 എന്ന കണക്കിൽ, 5ന് 1 എന്ന കണക്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അത് ഡിപ്പോയിൽ നിന്ന് പിക്കപ്പ് സെന്ററുകാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്കറിയാം, ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഗാർഡൻ ഗോൾഡ് കൊടുക്കുമ്പോൾ, സർ നെക്സ്റ്റ് സ്ലൈഡ്, ഒരു ഗാർഡൻ ഗോൾഡിന് 100 രൂപയാണ് നമ്മുടെ വിലയെങ്കിൽ 5 ഗാർഡൻ ഗോൾഡിന് 1 എന്ന് പറയുമ്പോൾ 20% ഓഫറാണ് അതിലൂടെ കിട്ടുന്നത്. ഈ ഒപ്പം ഹരിസഞ്ജീവനിയുടെ മറ്റൊരു പുതിയ പ്രൊഡക്റ്റ് ഷുവർ ഷുഗറിന്റെ ചെറിയ പാക്കറ്റ്. നമുക്ക് ഷുവർ ഷുഗർ എന്ന് പറയുന്നത് കരിമ്പ് കൃഷിക്കുള്ളതാണ്. കേരളത്തിൽ കരിമ്പ് കൃഷി അത്ര അധികം ഒന്നും ഇല്ലെങ്കിൽ പോലും വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1 ഏക്കറിനുണ്ടായിരുന്നത് ഇപ്പോൾ 1/2 ഏക്കറിനുള്ള ഒരു പുതിയ പൗച്ച് കൂടെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സർ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഹരിസഞ്ജീവനിയുടെ പ്രൊമോഷൻ ഒരുപക്ഷെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ ആകമാനം ആർസിഎമ്മിൽ ഇതിന്റെ മുന്നേറ്റത്തിന്റെ ഒരു നിലവാരം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഹരിസഞ്ജീവനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കമ്പനി ടൂർ ഓഫർ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ മുതൽ, അതായത് 2019 ഒക്ടോബർ 1 മുതൽ ഈ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് സ്വന്തം ഐഡിയിൽ 1 ലക്ഷം ഹരിസഞ്ജീവനി ബിസിനസ് ഓൺലൈൻ ചെയ്യുന്ന ആളുകൾക്ക് നാസിക്കിലെ 2 ദിവസത്തെ ടൂർ, അവിടെ താമസം ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കമ്പനി വകയായിരിക്കും. 2 ദിവസം താമസിച്ചുകൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. അത് 3 ലക്ഷം ബിസിനസ് ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ടൂർ 4 ദിവസവും 3 രാത്രിയും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ച് നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന, 1 പൈസ പോലും അഡീഷണൽ ചെലവില്ലാത്ത ഒരു അടിപൊളി ടൂർ പ്രോഗ്രാമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 3 ലക്ഷം ബിസിനസ് വോളിയം സെൽഫ് ഐഡി ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് 6 ലക്ഷം ബിസിനസ് വോളിയം സെൽഫ് ഐഡി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 4 ദിവസവും 3 രാത്രിയുമുള്ള ഒരു മലേഷ്യ ടൂറാണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഹരിസഞ്ജീവനോട് ഇത്രയും വോളിയം ചെയ്യുന്നുണ്ടോ എന്നൊരു പക്ഷേ നമുക്ക് സംശയം ഉണ്ടാകും. എന്നാൽ അത് ധാരാളം ആളുകൾ അച്ചീവ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സർ, നെക്സ്റ്റ് സ്ലൈഡ്. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും
ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശ്രീദേവി, അദ്ദേഹത്തിന്റെ പേര് ഹസ്ബൻഡിനെ കൂടി ചെയ്യുന്നു, കൊള്ളേറെഡ്ഡി എന്നാണ്. അദ്ദേഹം ഓൾറെഡി 13 ലക്ഷം ബിസിനസ് വോളിയം സെൽഫ് ഐഡിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ ബിസിനസ് വോളിയത്തിലുള്ള ഹരിസഞ്ജീവിനി ഉൽപ്പന്നങ്ങൾ ഓരോ മാസവും അദ്ദേഹം സെയിൽ ചെയ്യുന്നു. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ സെപ്റ്റംബർ വരെ ഇതിനോടകം അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ധാരാളം ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മലേഷ്യ ടൂറിന് തന്നെ 5 പേര് എലിജിബിൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും RCM ലീഡേഴ്സ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും എത്രയധികം ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ കാണുന്ന ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ പേര് അത്രയധികമൊന്നും ഉണ്ടാവില്ല. എന്നാൽ വരും കാലങ്ങളിൽ ഈ ലിസ്റ്റിലും കേരളത്തിലെ ആളുകളുടെ പേര് എന്താ പറയുക മുൻനിരയിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സാർ നെക്സ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം ആളുകൾ ഇതിനകത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ആളുകളുടെ സാന്നിധ്യം കൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ വരെ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ് കാണിച്ചിട്ടുള്ളത്. താങ്ക് യു സർ. ओके, बहुत बहुत धन्यवाद सर. मैं सभी केरला के कोर लीडर्स, मूर्ति सर की जो कोर टीम है, कई सारे सुजीत जी मुझे दिख रहे हैं, बीनू जी है जो बहुत अच्छे अच्छे पिन्स पे आ गए हैं, रूबी लेवल की पिन पे आ गए हैं. तो साथियों सबका मैं हरित संजीवनी टीम की तरफ से स्वागत करता हूं. हमारी हरित संजीवनी की पूरी टीम यहाँ पर मौजूद है. पी मुरलीधरन जी है जो साउथ इंडिया का पूरा जिम्मा संभाले हुए है. पंकज जी है जो नॉर्थ इंडिया का जिम्मा संभाले हुए है. नितिन तलेकर जी है जो महाराष्ट्र का बहुत ही महत्वपूर्ण काम संभाले हुए है. तो साथियों मैं बिल्कुल वक्त ना गवाए इनवाइट करना चाहता हूं RCM सिस्टम के सबसे प्रथम व्यक्ति और करोड़ों लोगों के भाग्य बदलने वाले, जिन्होंने आज तक अपनी मुंह से जो अमृतवाणी निकली, 1 करोड़ लोगों को मैं कपड़े पहनाऊंगा तो 1 करोड़ लोगों ने कपड़े पहने, 1 करोड़ डिस्प्ले वॉल बनाऊंगा, 100% 1 करोड़ डिस्प्ले वॉल बनेंगे. अभी गुरुदेव ने प्रण किया है कि हरित संजीवनी गार्डन गोल्ड के माध्यम से 1 करोड़ लोगों के घर में ऑर्गेनिक टेरेस गार्डन लगाएंगे. तो मुझे गारंटी है, कोई संदेह लेने की जरूरत नहीं है, 100% होगा. तो मैं इसे श्रद्धेय गुरुदेव BC छाबड़ा सर को इनवाइट करना चाहता हूं. सर केरला की टीम है, बहुत ही एनर्जेटिक टीम है और मैं आपको बताना चाहता हूं कि गार्डन गोल्ड का बहुत बड़ा सेल इसी स्टेट में होता है. तो सर बहुत बहुत प्रणाम वंदन, और आप आइए और ये हमारी केरला की टीम को बहुत अमृतुल्य वचनों से आपके मार्गदर्शन कीजिए. मिस्टर BC छाबड़ा सर. थैंक यू सर. हार्टी वेलकम सर टू केरला. बस थैंक यू एवरीबॉडी. हकीकत तो ये है सर कि भगवान की धरती, कहते हैं गोड्स ऑन लैंड, और गोड्स ऑन लैंड पे जो भी रहते होंगे वो देवता ही होंगे. और नाम भी मूर्ति है और काम भी मूर्ति ही है. और मैं यहाँ पर आज इसलिए आया हूँ क्योंकि हमने बहुत 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 बड़े बड़े संकल्प ले रखे हैं. 1 करोड़ डिस्प्ले वॉल का संकल्प ले रखा है, 1 करोड़ गार्डन गोल्ड के माध्यम से एक घर में, और 5 करोड़ गामा ओरिजिनल का संकल्प ले रखा है, और भी कुछ नए संकल्प लेना चाहते हैं. तो उसके लिए मैं जो हिंदुस्तान की सबसे नंबर 1 टीम है और जो स्वयं साक्षात हैं, उनका हाथ अपने सिर पे रखवाने के लिए आया हूं कि वो मेरे को ये टारगेट पूरा करने के लिए अपना पूरा आशीर्वाद देंगे. और इस महीने जो हमने 10 गुना, अभी महीने का जो टारगेट लिया हमने गार्डन गोल्ड का, कि 10 गुना तो हमें करना ही करना है. और वो 10 गुना का सबसे बड़ा हिस्सा आज मूर्ति जी के अकाउंट से होना है. तो मैं तो अपने लिए समर्थन मांगने के लिए आया हूं, मैं कुछ देने के लिए नहीं आया हूं. मैं तो अपनी झोली लेकर आया हूं कि आज मेरे को 10 गुना जो चाहिए, और मुझे ये पक्का पता है कि ये काम मूर्ति जी और उनकी काबिल टीम और जो साक्षात गोड्स ऑनलाइन पे रहते हैं और पहले से भी गार्डन गोल्ड पे सबसे बेहतरीन काम करने वाली टीम है. बस इसीलिए मैं उनका समर्थन लेने के लिए आया हूँ. और कुछ छोटी मोटी नई जानकारियां जो हो सकता है कि मेरे पास अलग हो, वो जानकारियां मैं इनको देने के लिए आया हूँ. बाकी तो मेरे पास जानकारियां देने के लिए नहीं, जानकारियां लेना है, क्योंकि जो टीम ऑलरेडी टॉप हो, जो ऑलरेडी
मतलब रिकॉर्ड बना रही हो, उन टीम को कुछ गाइड नहीं करना होता है, उनसे गाइडेंस लेना होता है। तो थैंक यू सो मच कि आप लोगों ने मुझे मौका दिया। इट्स माय गुड लक। ये मेरा बहुत बड़ा सौभाग्य है कि मैं इतनी शानदार टीम, मैं पिछली बार भी जब मैं आया तो बात हुई थी, वंडर पिक जो है आपका टॉप मोस्ट वंडर पिक का वीडियो भी मैंने देखा, और मैंने उसका बाद में कई मीटिंगों में चर्चा भी किया, जिक्र भी किया कि इतना बेहतरीन तरीके से वो लोग काम कर रहे हैं। तो वेरी गुड। मैं अपना प्रेजेंटेशन आपको दूंगा, इससे पहले कुछ बात आप कर सकते हैं। താങ്ക് യു സർ. സാറ് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അറിയപ്പെടുന്ന കേരളത്തില് തീർച്ചയായിട്ടും എല്ലാവരും ദേവീ ദേവന്മാരാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ പങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 1 കോടി ഡിസ്പ്ലേ വാൾ എന്നുള്ള സ്വപ്ന പദ്ധതിയിൽ നിങ്ങളുടെ പങ്കാളിത്തം വളരെ നല്ല രീതിയിലുണ്ട്. അതിൽ തന്നെ ഗാർഡൻ ഗോൾഡ് ഇത്തവണ, അതായത് ഈ മാസം 10 ഇരട്ടി എങ്കിലും ഗാർഡൻ ഗോൾഡിന്റെ സർ ദിഖ് രഹാ സർ ഓക്കെ ദിഖ് രഹാ സർ ദിഖ് രഹാ സർ 10 ഇരട്ടി എങ്കിലും ഗാർഡൻ ഗോൾഡിലെ സെയിൽസ് വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഡിസ്പ്ലേ വാളിലൂടെ ഈ ഗാർഡൻ ഗോൾഡ് ഓരോ വീടുകളിലും എത്തിക്കുക, അതിലൂടെ അവർക്ക് ആരോഗ്യത്തിന്റെ പൊന്തിരി വെളിച്ചം കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു ശ്രമത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യണം. അപ്പൊ ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ സമയം പങ്കുവെക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട് സർ. यस सर, थैंक यू सो मच सर। और अपनी बात मैं शुरू करूं इससे पहले मैं एक बात करना चाहता हूं कि गार्डन गोल्ड में इस समय केरला नंबर 1 है, लेकिन आज मैं ये पक्का आश्वासन चाहता हूं कि केरला ही नंबर 1 रहेगा सर। क्योंकि पहले ऑफर नहीं था तो बाकी लोगों में अवेयरनेस नहीं थी, लेकिन अब चूंकि पूरा हिंदुस्तान जाग गया है तो अब आपका मुकाबला थोड़ा सा टाइट हो जाएगा, कप हो जाएगा। मुझे पता है कि जीत आप ही की होगी कि नंबर 1 केरला ही रहेगा, लेकिन अब उसको थोड़ा सा एकदम कंफर्म करना है कि कुछ भी हो जाए केरला नंबर 1 ही रहेगा। यस सर, टीम से आप बात कर लें इस बारे में। ഈ സ്ലൈഡിന്റെ പ്രസന്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഓൾ ഇന്ത്യ തലത്തിൽ ഗാർഡൻ ഗോൾഡിന്റെ ഉപയോഗത്തിൽ പ്രൊമോഷനിൽ കേരളമാണ് 1ാം സ്ഥാനത്ത്. എന്നാൽ ഡിസ്പ്ലേ വാളിന്റെ വരവോടുകൂടി ഗാർഡൻ ഗോൾഡിന്റെ ഓഫർ കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ 1ാം സ്ഥാനം എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ 1ാം സ്ഥാനക്കാരായതുകൊണ്ട് ഇനി ആരും നമ്മളെ മറികടക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് സ്ഥാനം നഷ്ടപ്പെടാൻ ഇടയാക്കരുത്. നിങ്ങൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെടില്ല, നിങ്ങൾ അത് നിലനിർത്തുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും ഗാർഡൻ ഗോൾഡ് ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന കേരള ടീമിന് ആ 1ാം സ്ഥാനം നിലനിർത്തുന്നതിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സർ. थैंक यू सर, थैंक यू सर। और अब मैं सभी साथियों का वेलकम करता हूं। बाय द वे कोई नए साथी अगर आप इस प्रोग्राम में बैठे हों तो मैं थोड़ी सी 2 स्लाइड नेटवर्किंग के बारे में बात करूंगा, फिर सीधा ऑफर पे आएंगे। क्योंकि इस समय पूरा जो सोसाइटी है, पूरा समाज है, पूरा जो ट्रेडिशनल बिजनेस है, दे आर डूइंग द हार्ड वर्क। वो हार्ड वर्क कर रहे हैं, वो काम करते हैं, एक बार तो इनकम आती है उनके घर में एक बार, और डायरेक्ट सेलिंग और नेटवर्क मार्केटिंग, आरसीएम मार्केटिंग स्मार्ट वर्क कर रही है। इस बात का पूरा रियलाइजेशन, इस बात का कंप्लीट फीलिंग पूरी सोसाइटी को, पूरे समाज को, पूरे भिलवाड़ा को अभी इस लॉकडाउन पीरियड में बहुत अच्छे तरीके से हुआ। भिलवाड़ा में क्योंकि 65 दिन का एक बहुत ही टाइट लॉकडाउन था जिसका कि वर्ल्ड फेमस हुआ। वो लॉकडाउन में यहाँ के सभी शोरूम, सभी छोटी दुकान, सभी फैक्ट्री, सभी इंडस्ट्री, सब कुछ बंद था और कंटिन्यू 2 मंथ तक वो बंद था। तो सभी लोगों को ये बात बहुत क्लियर हो गई कि हमारा शोरूम भले 5 करोड़ का हो, ज्वेलरी का हो, कार का हो, टेक्सटाइल का हो, या कोई भी बड़े से बड़ा शोरूम हो, लेकिन अगर वो बंद रहता है तो इनकम भी बंद रहती है। और फैक्ट्री वालों को भी एहसास हो गया कि हमारी फैक्ट्री चाहे 100 करोड़ की हो और चाहे वो 1000 करोड़ का भी टर्नओवर करती हो, लेकिन अगर वो बंद रहती है तो खर्चे का मीटर तो बंद नहीं होता है,
लेकिन इनकम का मीटर बंद हो जाता है। लेकिन आरसीएम अकेला ऐसा सिस्टम है जिसमें बंद होता है तो खर्चे का मीटर तो बंद हो जाता है लेकिन इनकम का मीटर चालू रहता है। ये स्मार्ट वर्क की ये जो बात है पूरे हिंदुस्तान के आवाम को बहुत बेहतरीन तरीके से समझ में आई है और आप लोगों के एक्सप्लेनेशन से ये और बेहतरीन तरीके से आ सकती है। तो जो भी साथी आज यहाँ पर आए हैं, मैं ये बात कहना चाहता हूँ कि आप लोग अपना नेटवर्क बनाइए। इस समय सबसे बड़ी एसेट है नेटवर्क। मैं भिलवाड़ा में रहते हुए बिजनेस ऑर्गेनाइजेशन के साथ जुड़ा हुआ हूँ, सोशल ऑर्गेनाइजेशन, रिलीजियस ऑर्गेनाइजेशन, रोटरी, लॉयंस, भारत विकास, ऐसी सभी समाज संस्थाएं मुझे एज ए स्पीकर इनवाइट करती रहती है। तो मैं सबसे जुड़ा हुआ हूँ। तो सबका इस समय पूरा सोसाइटी पेन में है, दुख में है, क्योंकि उनके बिजनेस में लॉसेज हो रहे हैं, लोन रिपेमेंट के चैलेंजेज हैं, सैलरीज में कटौती हो गई है। पूरी दुनिया अभी दुखी है, लेकिन आरसीएम में जिनका नेटवर्क तैयार है और जो रॉयल्टी लेवल पर है वो सुखी है। इसलिए अभी ये बात क्लियर है कि दुनिया में सुखी रहने का एक ही तरीका है, आप अपना नेटवर्क बिल्ड कर लीजिए और रॉयल्टी लेवल से आगे बढ़ जाइए। तो फिर आपके जीवन में बाहर की परिस्थितियां इम्पैक्ट नहीं करेगी। और ये जो पैसा आता है जो नेटवर्क बिल्ड करने के बाद, ये 45% पैसा वही पैसा है जो पहले कभी रिटेलर, होलसेलर, डिस्ट्रीब्यूटर या एडवर्टीजमेंट में जाया करता था। अब वो सब कुछ बंद होने से वो 45%, 45% का जो अमाउंट बनता है वो आपके अकाउंट में आना चाहता है, आपके घर में आना चाहता है। और इस सिस्टम के माध्यम से ही आरसीएम चलता है। और आरसीएम कंपनी आज 20 साल अपने कंप्लीट कर चुकी है और कंपनी के पास में अपना रिसर्च एंड डेवलपमेंट, प्रोडक्शन, क्वालिटी कंट्रोल, मैनेजमेंट, डिस्ट्रीब्यूशन, लीगल मैटर और अकाउंट्स का सब बढ़िया स्पेक्ट्रम मौजूद है। और बस आपको केवल अपना नेटवर्क बनाना होता है और उस छोटे से नेटवर्क को फिर आपके पास जो अनुभवी लीडरशिप है, आपके सीनियर लोग हैं, वो नेटवर्क का और विस्तार करवाते हैं, काम करना सिखाते हैं, बिजनेस वॉल्यूम सिखाते हैं और लीडरशिप डेवलप करते हैं। तो इट्स अ वेरी सिंपल, आपको किसी भी तरह से डरना नहीं है। आप इस बिजनेस में इन्वॉल्व होइए, इसको सीखिए, सफलता आपको मिलेगी। जैसे समुद्र के किनारे पत्थर गोल हो जाता है, वैसे ही आरसीएम में टिका रहने वाला मूर्ति जी की तरह से कोर, साथी, रूबी, स्टार और डायमंड सब कुछ बन जाता है। आप सब लोग भी उसी भविष्य की तरफ बढ़ रहे हैं। मेरी शुभकामनाएं। थैंक यू सर। थैंक यू सर। ഈ സ്ലൈഡ് കണ്ടാൽ നമുക്ക് അറിയാം, എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യം മാർക്കറ്റിംഗ് രംഗത്ത്, ബിസിനസ് രംഗത്ത് ഏത് മേഖലയിലും വലിയ തളർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രശ്നം, കൊറോണ പ്രശ്നം തുടങ്ങിയ സമയത്ത് ബിൽവാരയിലുണ്ടായ ലോക്ക്ഡൌണിന്റെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ ടോട്ടൽ ലോക്ക്ഡൌൺ വന്നപ്പോൾ എല്ലായിടത്തും ബിസിനസ് നിന്നു. അവർക്ക് പ്രൊഡക്ഷൻ ഇല്ല, അവർക്ക് വരുമാനത്തിലുള്ള സാധ്യതയില്ല. വരുമാനം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ചെലവ് കൂടുകയും ചെയ്തു. ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് കുറഞ്ഞെങ്കിലും അവർക്ക് ഇൻകം ഇല്ല. എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കാര്യം എന്താണ്? നമുക്കറിയാം, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് ചെയ്യേണ്ടി വന്നിരുന്ന ചെലവ് കുറഞ്ഞു. എന്നാൽ നമ്മുടെ ബിസിനസ് വളർന്നു. കാരണം എല്ലാവരും ചെലവ് കുറയ്ക്കാൻ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ ഇതാണ് ക്രിയാത്മകമായ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ ഇതിനെ സ്വീകരിച്ചപ്പോൾ ചെലവ് കുറഞ്ഞു, ഒപ്പം വരുമാനം വർദ്ധിച്ചു. അതായത് ഈ പ്രശ്നമുള്ള സമയത്തും വരുമാനം വർദ്ധിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ആർസിംഗാരാണ്. അപ്പം റോയൽറ്റി ആൻഡ് അബോവുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഇൻകത്തിൽ കാര്യമായ വർധന ഉണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ഇന്ന് ഈ നമ്മുടെ സമൂഹം, ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ഒരു ഉത്തമ പരിഹാരമുണ്ടെങ്കിൽ അത് ആർസിഎം മാത്രമാണ് എന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയും. എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് പല ഇടത്തട്ടുകാരിലൂടെ എത്തുന്നു. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിങ്ങിനും അഡ്വർടൈസ്മെന്റിനും വേണ്ടി വരുന്ന ചെലവാണ് ഒരു ഉപഭോക്താവിന് താങ്ങേണ്ടി വരുന്നത്. എന്നാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് വരുമ്പോൾ സർ, നെക്സ്റ്റ് സ്ലൈഡ്, ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കേണ്ടി വരുന്നത് ഒഴിവാക്കിക്കൊണ്ട് ആ നേട്ടം
ഉപഭോക്താവിന് തന്നെ കിട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുവർണ കാലം എന്ന് തന്നെ പറയാം. സർ, ഇതിൽ ആർസിഎമ്മിന്റെ ഒരു ചെറിയ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കേണ്ടതാണ്. കാരണം 20 വർഷം പിന്നിടുമ്പോൾ ഇത് എത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് ശ്രദ്ധിക്കുക. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് പ്രത്യേകമായിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗം തന്നെയാണ്. എല്ലാ തരത്തിലും പരമാവധി ഉൽപ്പന്നങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. ഉൽപ്പന്നം ഉണ്ടാക്കുക മാത്രമല്ല, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് പോലും സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടേത്. ക്വാളിറ്റി, ഗുണനിലവാര നിഷ്കർഷയ്ക്ക് വേണ്ടി അതിന് തനിയെ ഒരു വിഭാഗം തന്നെയുണ്ട്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ട്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണ്ട് 140ഓളം ഡിപ്പോകളും 10,000 ഔട്ട്ലെറ്റുകളുമായി ഇന്ത്യയിൽ ഇത്രയധികം വ്യാപിച്ചു കിടക്കുന്ന വിതരണ ശൃംഖലയുള്ള മറ്റൊരു സംവിധാനം ഇന്ത്യയിലില്ല. മാത്രമല്ല, ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും അക്കൗണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗം തന്നെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനി അല്ല ചെയ്യുന്നത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ കാര്യമെങ്കിൽ ആ ശ്രമകരമായ കാര്യം നമ്മൾ നമ്മുടെ പരിചയസമ്പന്നരായ വിജയം നേടിയിട്ടുള്ള ലീഡർമാരുടെ മേൽനോട്ടത്തിൽ, അവരുടെ ഗൈഡൻസിൽ നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നെറ്റ്വർക്ക് ചെയ്യേണ്ടതെന്നും അതിന്റെ രീതി എന്താണെന്നും അതിൽ എന്താണ് ബിസിനസ് വോളിയം വളർത്താൻ എന്ത് ചെയ്യണമെന്നും എങ്ങനെയാണ് അത്തരത്തിൽ ലീഡർഷിപ്പിലേക്കുള്ള ആളുകളെ കൊണ്ടുവരേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് സിസ്റ്റത്തിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് സാധാരണ ബിസിനസ് മാനേജ് ചെയ്തതിന് വേണ്ടി വരുന്ന യാതൊരു തലവേദനയും ഇല്ലാതെ കേവലം പ്രൊമോഷൻ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ഒരു സുരക്ഷിത ഭാവി, നല്ല ഭാവി ഉണ്ടാക്കാനുള്ള അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. സർ, थैंक यू सर, थैंक यू. दिस इज द कंपनी हेड ऑफिस, बिलवाड़ा ऑफिस का गेट है और प्लांट्स हैं. ये बिलवाड़ा प्लांट उत्तराखंड में जो प्लांट है उनका व्यू है और गुवाहाटी प्लांट्स के व्यू है. तो ये छोटा सा आपको मैंने कंप्लीट आरसीएम के बारे में जानकारी देने का कोशिश किया. नाउ मैं आज के सब्जेक्ट पे आना चाहता हूँ. ठीक है सर? सर, अभी मतलब बहुत ही सीरियसली आई हम्बली रिक्वेस्ट यू ऑल, बिकॉज हमें केवल अपने बारे में नहीं सोचना है, हमें पूरी सोसाइटी के बारे में सोचना है, हमें पूरे समाज के बारे में सोचना है, पूरी कंट्री के बारे में सोचना है. बिकॉज हम सब तब हैं जब हमारा कंट्री है, हमारी सोसाइटी है, हमारा समाज, और उसकी जो पिक्चर है वो स्वास्थ्य बहुत ही संकट में है अभी. मतलब कई कारणों से. अभी केवल ओनली ड्यू टू कोरोना नहीं है. कोरोना तो तब कुछ कर पा रहा है जब हमारा स्वास्थ्य वीक है, अदरवाइज कोरोना भी कुछ नहीं कर पा रहा है. अभी मतलब मैक्सिमम डॉक्टर सेल्फली बीमार है. इवन हार्ट का डॉक्टर हार्ट से बीमार है, डायबिटीज का डॉक्टर खुद को डायबिटीज है. तो वो मेडिकल व्यवस्था, और 70% से अधिक पॉलिटिशियन बीमार है, और 17 लाख से अधिक कैंसर से हमारे केस दर्ज हो रहे हैं. डायबिटीज के मामले में नाउ कैपिटल, ये बहुत ही सेम का विषय है. और हम लोगों को रोजाना ये पॉइजन खाने को मिल रहा है, और सभी तरह की बीमारियों के डाटा सब कुछ एफर्ट्स के बावजूद भी बढ़ते जा रहे हैं. उसके पीछे कारण क्या है? क्योंकि कीटनाशक से सब कुछ हो रहा है, पेस्टिसाइड से हो रहा है, इवन फर्टिलिटी रेट तक कम हो गया है. ऐसे में हरी संजीवनी का महत्व कितना बढ़ जाता है, तो मैं उस पर बात करूंगा. प्लीज. थैंक यू सर. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രയാസം, നമ്മൾ ആർസിഎംകാർക്ക് നേട്ടമാണ്, ഗുണമാണ് എന്ന് പറയുമ്പോഴും ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്കുള്ള ഉത്തരവാദിത്വം അവനവന്റെ നേട്ടമോ അവനവന്റെ കുടുംബത്തിന്റെ നേട്ടമോ മാത്രമല്ല. കാരണം നമ്മുടെ നാടിന്റെ, നാട്ടുകാരുടെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ ഒക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രയാസം എന്താണ്? സമൂഹം എന്ന് പറയുമ്പോൾ ഇപ്പോഴുണ്ടായ ഒരു പ്രശ്നം മാത്രമല്ല സർ, നെക്സ്റ്റ് ലൈൻ. അതായത് കൊറോണ കൊണ്ട് മാത്രമല്ല, അല്ലാതെയും നമ്മുടെ രാജ്യത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരാണ് അസുഖത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന പറയുമ്പോൾ 26% ഡോക്ടർമാർ സ്വയം രോഗികളാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരിൽ 70%-ലധികവും വലിയ അസുഖങ്ങൾ പേര് നടക്കുന്നവരാണ്. അതുപോലെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ
ഏതാണ്ട് 17 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിൽ ക്യാൻസർ രോഗികളായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നോക്കുമ്പോൾ മറ്റൊരു കാര്യം, ഡയബറ്റീസ്, ഷുഗർ പേഷ്യൻസിന്റെ എന്താ പറയാ രാജധാനിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ് ലോകത്തില്. ഇത്രയധികം അസുഖങ്ങൾ വരാനുള്ള കാരണം എന്താണ്? ഈ ഒരു കാര്യം മാത്രമല്ല സർ, നെക്സ്റ്റ് നോക്കൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ പലതരത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ കലർന്നിട്ടുള്ളവയാണ്. അത് കലർത്തിയതും കലർന്നതുമാകാം, പക്ഷെ അതിന്റെയൊക്കെ പരിണത ഫലമായിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ കണ്ടമാനം വർദ്ധിക്കുന്നു. എല്ലാ അസുഖങ്ങളും അനുദിനം വർദ്ധിക്കുകയാണ്. ഇത്രയൊക്കെ സാങ്കേതിക വിദ്യകൾ വളർന്നിട്ടും ഇത്രയധികം ചികിത്സാ സംവിധാനങ്ങൾ വന്നിട്ടും അസുഖം അനുദിനം വർദ്ധിക്കുകയല്ലാതെ കുറയുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര തരത്തിൽ പുതിയ പുതിയ രോഗങ്ങളും ഇന്ന് വരികയാണ്. ഇതിന്റെയൊക്കെ ഉറവിടം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആ അന്വേഷണം ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. സർ, നെക്സ്റ്റ് സ്ലൈഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങൾ വർദ്ധിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന കീടനാശിനികളും അമിത രാസവള പ്രയോഗത്തിൽ വരുന്ന രാസപദാർത്ഥങ്ങളുമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് അസുഖങ്ങൾ മാത്രമല്ല, പലതരത്തിൽ ദുരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിച്ച ദമ്പതിമാരിൽ കുട്ടികളുണ്ടാകാത്ത പ്രശ്നം, അതുപോലെ ഇത് മറ്റ് സ്ഥലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ വളരെ ആശങ്കാജനകമായ വളർച്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു പരിഹാരത്തിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. സർ, നെക്സ്റ്റ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്താണ്? ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവ കൃഷി എന്ന് പറയുന്ന ഈ സംവിധാനം ഇന്ത്യയിലൊട്ടാകെ വ്യാപിപ്പിച്ച് ആളുകളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നാടിനെ ഈ പറയുന്ന മഹാമാരിയിൽ നിന്ന്, ഈ പറയുന്ന ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ന് RCM ഹെൽസിഞ്ചേരിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സർ. आपने देश का कंप्लीट पिक्चर देखा, वर्तमान समय का कंप्लीट पिक्चर आप लोगों ने देखा, और ऐसे समय में हरीश संजीवनी का इम्पोर्टेंस कितना बढ़ जाता है और हरीश संजीवनी की जरूरत इस देश को, समाज को, सोसाइटी को, मानवता को, ह्यूमैनिटी को कितना बड़ा है। और ऐसे में हरीश संजीवनी की जो कंप्लीट टीम और रविंद्र जी के नेतृत्व में जो काम कर रही है वो अपने आप में खुद ही गॉड का मैसेज है। मतलब इट्स ये इस धरती को बचाए रखने के लिए, मानवता को बचाए रखने के लिए जो कुछ भी हम कर पा रहे हैं वो बहुत ही कम है। हमें अभी बहुत कुछ करना है। हम लोग कितना भी अच्छा कर रहे हो, लेकिन इस धरती को बचाना, मानवता को बचाने के लिए हमें बहुत बड़ा करना है। और इसीलिए इन दिनों हमने बड़े बड़े टारगेट लिए हैं। लेकिन अभी हम सितंबर की और एनिवर्सरी की बात करने के लिए मैं आज यहाँ पर आया हूँ, क्योंकि 22 नवंबर को 20वीं एनिवर्सरी सेलिब्रेट करेंगे। और वो सेलिब्रेशन चूंकि लार्जेस्ट होगा, डिजिटल होगा और हाईएस्ट होगा, टॉप होगा। और उस सेलिब्रेशन में आप कैसे पार्टिसिपेट कर सकते हैं और उसका हिस्सा बन सकते हैं, तो वो सफलता आपको कैसे मिलेगी, और जो हरीश संजीवनी का गार्डन गोल्ड का जो ऑफर है वो क्यों इम्पोर्टेंट है और क्या मिरेकल हम लोग कर सकते हैं, उसके ऊपर चर्चा मैं करूंगा. സർ, ഇപ്പോൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഏതാണ്ടൊരു രൂപരേഖ നമുക്ക് മനസ്സിലായി കാണും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും നമുക്ക് അതിൽ അഭിമാനിക്കാം. എന്നാൽ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള സംവിധാനവും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നമുക്ക് ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിലേ ഇതിനുള്ള പരിഹാരമുള്ളൂ എന്നിരിക്കെ നമ്മൾ യഥാർത്ഥത്തിൽ അതിനെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുകയും നമ്മുടെ പരമാവധി ശ്രദ്ധ, ഫോക്കസ് അതിൽ കൊണ്ടുവരികയും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇന്നത്തെ നമ്മുടെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നവംബർ 22-ാം തീയതി നടക്കാൻ പോകുന്ന RCMന്റെ 20ാമത്തെ ആനിവേഴ്സറി. 20ാമത്തെ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ RCM പിന്നിട്ടിരിക്കുന്ന വഴികൾ, അത് ഏറ്റവും വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ ആക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നടന്നിട്ടുള്ള ഡിജിറ്റൽ സെലിബ്രേഷനിൽ ഏറ്റവും വലുതായിട്ട് അറിയപ്പെടുന്ന രീതിയിൽ ചരിത്രപരമായ ഒരു പരിപാടിയായിട്ട് മാറ്റാനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക്
എങ്ങനെ പങ്കാളിയാകാം, അതിൽ നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ്, ഒരു റെക്കഗ്നിഷൻ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ നേടാം, ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. और इसमें मैं जो आज एक सक्सेस का एक छोटा सा टिप्स यहाँ शेयर करना चाह रहा हूँ, और वो थ्योरी है 80-20 का थ्योरी, जो कि यूनिवर्सली वर्क करती है, हर चीज पे वर्क करती है वो। अगर आपका फोकस हो तो हम 20% में, मतलब हम सब लोग फोकस करके 20% में आ सकते हैं, अपना गोल सेट करके 20% में आ सकते हैं। और पूरी दुनिया में आप किसी भी चीज को 80% पैसा 20% लोगों के पास है, 80% बिजनेस 20% प्रोडक्टों से हो रहा है, 80% बिजनेस 20% पीपल कर रहे हैं। ये बात आप किसी भी फार्मूले को, इस फार्मूले को आप जहाँ भी चेक करेंगे, चाहे वो रिलेशन में चेक करें, पावर में चेक करें, मेडिकल में चेक करें, बिजनेस में चेक करें, लाइफ में चेक करें, हर जगह दिस इज द फार्मूला, दिस इज द यूनिवर्सल लॉ। और यूनिवर्सल लॉ के तहत हम सब लोग 20% में आ सकते हैं अपना लक्ष्य बना के। और उस लक्ष्य को पूरा करने में इस गार्डन गोल्ड के इस लाजवाब ऑफर, जो कि अब तक आरसीएम में दिए गए ऑफर में सर्वश्रेष्ठ नंबर 1 ऑफर है। आरसीएम में वैसे कितने भी ऑफर आए हों, चाहे वो न्यूट्रीचार्ट की तरफ से आया हो, चाहे वो एडवर्स ब्रिजमिनी की तरफ से आया हो, 20% का ऑफर, 20%। डिस्प्ले वॉल वालों को समझना है कि पिकअप सेंटर यानी पीयूसी, वंडर क्विक, वंडरवर्ड अगर इस प्रोडक्ट को सेल करता है तो इन 5 पीस की सेल पे उसको मिलता है 40 रुपीज का कमीशन। और डिस्प्ले वॉल अगर इसको सेल करता है तो उसको मिलता है 100 रुपीज का कमीशन। तो यानी ये अपने आप में 20% की ऑफर है। तो इट्स अ वेरी रिमार्केबल ऑफर। तो जितना हम इसके लिए रविंद्र जी का थैंक्स कहेंगे उतना ही कम है। मतलब इस ऑफर के लिए तो आप रविंद्र जी का शुक्रिया अदा करना चाहिए कि अगर सितंबर में हमें कोई भी टारगेट पूरा करना है, अगर वी वांट एनी टारगेट, और केवल इस ऑफर पे फोकस बना देते हैं अपना और इस ऑफर को प्रमोट करते हैं, तो ना तो इसमें कोई टेंशन है, ये प्रोडक्ट 5 साल की एक्सपायरी का है, तो ना तो इसमें कोई टेंशन है, ना इसमें कभी एक्सपायरी होता है, और ना डिलीवरी का चैलेंज है। जब कोई चैलेंजेज ही नहीं है तो इससे आप अपने सारे टारगेट पूरे कर सकते हैं। थैंक यू। ഇത് പറയുമ്പോൾ ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞു. ആനിവേഴ്സറി മാത്രമല്ല, നമ്മൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്നു. അത് എല്ലായിടത്തും സക്സസ് ആകുന്ന ഏതൊരു മേഖലയിലും, പ്രവർത്തനം നടക്കുന്ന ഏതൊരു മേഖലയിലും വിദഗ്ധന്മാര് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഫോർമുലയാണ് 80-20 എന്ന് പറഞ്ഞാൽ, നടക്കുന്ന കാര്യത്തിന്റെ 80% നടത്തുന്നത് 20% സക്സസ്ഫുൾ ആയ ആളുകളാണ്. അപ്പോൾ നമുക്ക് ആ 20% വരണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ആളുകൾക്കാണ് അവരുടെ ലക്ഷ്യം നേടാൻ കഴിയുക. ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഈ 20% വരുന്ന ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്? ഇവിടെ ആനിവേഴ്സറിയും ഡിസ്പ്ലേ വാളുമായിട്ട് ബന്ധപ്പെട്ട് ഹരിസഞ്ജയന് തന്നിരിക്കുന്ന ഓഫർ, ഇത്രയും മനോഹരമായ ഒരു ഓഫർ വേറെ ആരും തന്നിട്ടില്ല. കാരണം 20% ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ ഓഫർ മനസ്സിലാക്കിക്കൊണ്ട് ഇത് മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഏത് വലിയ ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ ഈ 20% വരുന്ന ആർക്കും കഴിയും. കാരണം ഈ പ്രൊഡക്റ്റിന്റെ കാര്യം 5 വർഷം ലൈഫുണ്ട്. ഇത് ഇന്ത്യയിലെ ഏതൊരു വീട്ടിലും ഉപയോഗിക്കാവുന്നതാണ്, ഉപയോഗിക്കാൻ ആവശ്യമുള്ളതാണ്, എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാൻ കഴിയും. യാതൊരു തരത്തിലുള്ള നഷ്ടം വരാനുള്ള സാധ്യതയില്ല, യാതൊരു റിസ്ക്കും ഇല്ല. അപ്പം 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 20% ഒരു കമ്പനിയും ഒരിടത്തും കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഡിസ്പ്ലേ വാളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഓഫർ, ഈ ഓഫറിന് നമ്മൾ രവീന്ദ്ര ഋഷിയുടെ സാറിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. കാരണം ഇത്തരത്തിൽ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ആ നല്ല കാര്യം കാർഡൻ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറികളും പഴങ്ങളും ഉണ്ടാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക വഴി നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ ഒരു നല്ല കാര്യം കൂടെ നടപ്പിലാവുകയാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹൃദയപൂർവ്വം ഏറ്റെടുക്കാൻ, പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ആ 20% വന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, സ്വപ്നം പൂർണ്ണയിക്കാൻ നമുക്ക് കഴിയണം. സർ, थैंक यू सर, थैंक यू। और मैं अपनी तरफ से रिकमेंड करता हूं कि कोई भी ऑफर को कम से कम मिनिमम 1 कार्टून से कम तो किसी को भी नहीं करना चाहिए। वैसे तो
आपको कितना ही मल्टीप्लाई करना चाहिए, लेकिन मिनिमम 1 कार्टून ईच, मतलब जो भी डिस्ट्रीब्यूटर है, क्योंकि ऐसा मौका मिले ना दोबारा, ऐसा अपॉर्चुनिटी, ऐसा चांस से दोबारा कभी भी मिलने का नहीं है। यू नो आरसीएम वेरी वेल, वहां पर 25 पैसे का पेपर भी आपको पेमेंट करके मिलता है। अगर वहां पर कोई सिंगल लीफलेट आपको चाहिए तो वो भी पेमेंट करके मिलता है। तो वहां पर इतना बड़ा ऑफर, और इसकी ऑफर की वजह से जो इस समय बिजनेस कितना हो सकता है, आप यू कैन इमेजिन। आप इसमें से कोई भी फिगर सेलेक्ट कर सकते हैं कि इतना गुना बिजनेस बढ़ रहा है। आपको मैंने सारे ऑप्शन दे दिए हैं कि आप कह रहे हैं कि दुगना होगा, तिगुना होगा, 4 गुना होगा, 5 गुना होगा, 6 गुना होगा, लेकिन बात यह है हरीश संजीवनी टीम का पावर, उनका काम करने का डेडिकेशन और उनका काम करने का तरीका, सपोर्टिंग सिस्टम और ऑफर की पावर और कुछ और पावर की वजह से ये 6 गुना, 7 गुना और 8 गुना नहीं हो रहा है, बल्कि इस महीने में इस प्रोडक्ट की वजह से इस प्रोडक्ट का टर्नओवर 10 गुना हो रहा है। 10 गुना का टारगेट हो रहा है। अगर आप इसमें कहीं पीछे चल रहे हैं तो आपको यू हैव टू चेक योर बिजनेस, आपको कि इतने अच्छे ऑफर पर हमारी टीम काम क्यों नहीं कर रही है, क्योंकि ये ऑफर ही वो तरीका है जिससे आपका 20% एफर्ट ही आपको 80% रिजल्ट दिला देगा। अदरवाइज इस ऑफर के बिना हम लोग काम कर रहे थे, 80% एफर्ट लगा रहे थे, पर रिजल्ट 20% ही आ रहे थे। इसलिए द वेरी पावरफुल ऑफर, और ये ऑफर और क्यों पावरफुल है उस पर भी मैं बात करूंगा। थैंक यू സർ, താങ്ക് യു. നമ്മൾ പറഞ്ഞു ഇതിലെ ഓഫർ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളതല്ല, ഏറ്റവും കുറഞ്ഞത് ഒരു കാർട്ടൂൺ, അതായത് 20 പാക്കറ്റാണ് ഗാർഡൻ ഗോൾഡിന്റെ ഒരു ബോക്സിൽ വരുന്നത്. അത്രയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ എടുക്കണം, അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഓരോ ഡിസ്പ്ലേ വാളുകാരും അത്രയെങ്കിലും, അതിനേക്കാൾ കൂടുതൽ എത്ര ചെയ്യാൻ കഴിയോ, ആയിരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും നമ്മൾ എടുത്താലാണ് ഇതിനോട് നമ്മളൊരു എന്താണ് പറയാ നീതി പുലർത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. അത്രയ്ക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓഫറാണ്. നമുക്ക് എല്ലാവർക്കും അതിന് ഗുണം കിട്ടുകയും ചെയ്യും. ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്യം വെക്കാം, എത്ര മടങ്ങ് ബിസിനസ് വർദ്ധിപ്പിക്കണം, 1, 2, 3, 4, 5, 6, 7, 8 എത്ര മടങ്ങ് ബിസിനസ് ആണോ നമ്മൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് സൗകര്യം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഓഫറിലൂടെയാണ്. ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യകത, സ്വീകാര്യത സമൂഹത്തിൽ ഏത് തലത്തിലുള്ള ആളുകൾക്കും ഉപയോഗയോഗ്യമാണ്. ദീർഘകാലം ആവശ്യം വരും. കൊടുക്കുന്ന ആളുകൾക്ക് ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയുള്ള ആളുകൾ വീണ്ടും വാങ്ങിക്കാൻ ആവശ്യപ്പെടും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ ഓഫർ ശരിയായിട്ട് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ നേട്ടം എത്ര മടങ്ങ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 80-20 പ്രിൻസിപ്പിൾ, അതായത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നോ ആ ജോലി 80% ജോലി കൊണ്ട് നമുക്ക് 20%ആണ് റിസൾട്ട് കിട്ടിയിരുന്നത്. എന്നാൽ ഈ ഓഫറിന്റെ സഹായത്താൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ 20% എഫർട്ട് കൊണ്ട് 80% റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ഈ ഓഫർ കൊണ്ട് സാധ്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്താൽ, ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയും. സാർ. यस सर, और चूंकि इसी ऑफर की वजह से आप अपना नया लेवल अचीव करके इस बार 5 लाख से ज्यादा लोगों के सेलिब्रेशन में अपने आप को हाईलाइट कर सकते हैं, अपने आप को एक्सपोज कर सकते हैं। और ये ऑफर मतलब ये इतनी, अब मैं बात करना चाह रहा हूँ कि ये ऑफर इतना बड़ा है इसीलिए इम्पोर्टेंट नहीं है। ये ऑफर मतलब अब तक का हाईएस्ट बिगेस्ट ऑफर है इसीलिए इम्पोर्टेंट नहीं है। वो और भी क्या कारण है जिससे ये ऑफर बहुत इंपॉर्टेंट बन जाता है, नेक्स्ट मैं उस पर बात करूंगा। पहले आप इसको क्लियर करें. അപ്പോൾ ഈ ഓഫർ വളരെ വലിയ ഓഫറാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് അതിന്റെ പെർസെന്റേജ് കൊണ്ടല്ല, അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കിട്ടുന്ന നേട്ടം കൊണ്ടല്ല, ഇതിന്റെ മറ്റ് തലങ്ങളിലുള്ള പ്രാധാന്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അപ്പോൾ ഗാർഡൻ ഗോൾഡിൽ നമുക്ക് നേരിട്ട് കിട്ടുന്ന സാമ്പത്തികമായ നേട്ടത്തെക്കാൾ ഉപരി ഇതിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് നോക്കാം. സർ. यस सर, इस ऑफर को बहुत इंपॉर्टेंस इसलिए बढ़ जाता है कि ये पहली बार भारत में ऐसी जन जागृति ला सकता है, भारत के आम आदमी के बजट को कंट्रोल में ला सकता है, भारत के आम आदमी को हेल्थ और वेल्थ दोनों दे सकता है, भारत के घरों में बनने वाली बीमारियों से बचाने का तरीका दे सकता है,
मैं उसी के ऊपर चर्चा कर रहा हूँ कि इसके वजह से आप अपने किचन यानी अपने रूफ टॉप पे या जो भी आपके पास स्पेस अवेलेबल है या जिस भी तरह की स्पेस अवेलेबल है, छोटे से छोटे साइज के या मीडियम साइज के गमले लगाकर बीमारियों से छुटकारा पाने के लिए घर पे सब्जियां लगा सकते हैं। ये आप लाइव पिक्चर देखिए, मटर की सब्जी है, ये पालक का सब्जी है, ये धनिया और पुदीना दोनों गमले में लगा हुआ है, ये हरी मिर्ची आप उसमें लगा हुआ है, ये टमाटर आप देख लीजिए बकेट में लगा हुआ है, और ये बैंगन और लौकी लगा हुआ है। लेकिन ये सब्जियों के अलावा ये सब्जियों से अलग आपके घर में एनर्जी बढ़ाने वाले प्लांट आप लगा सकते हैं। इसमें भी गार्डन गोल्ड आपको कंप्लीट हेल्प कर रहा ताकि वो प्लांट आपको पूरी एनर्जी दे सके। आप घर में वास्तु का कोई प्रॉब्लम है तो वास्तु के एंगल को ठीक करने के लिए वास्तु प्लांट लगा सकते हैं। और हर्ब्स जो कि आज की तारीख की जरूरत बन गई है, हर्ब्स लगा सकते हैं जो कि घर में होनी ही चाहिए। और हम लोग जिस काम के लिए मेहनत करते हैं वो मनी प्लांट आप लगा सकते हैं। और लक बनाने वाले ये लक्की बैम्बो लगा सकते हैं जिससे रिलेशन भी बेटर होते हैं। तो ये सारी चीजें आप लगा सकते हैं और इनको लगाकर घर में सुख, शांति, समृद्धि, बिजनेस लेवल सब कुछ चेंज करने के ऊपर आप काम कर सकते हैं। इसलिए ये ऑफर बहुत इंपॉर्टेंट हो जाता है हमारी सारी टीमों में। इस बात को स्प्रेड करने के लिए, टीमों को इस बात के लिए अवेयर करने के लिए, टीमों को इस बात की नॉलेज देने के लिए आरसीएम के ढेर सारे प्रोडक्टों के बीच में से अकेला वो प्रोडक्ट है जो आपको वर्सिटाइल रिजल्ट दे रहा है। यानी आपके घर में पॉजिटिव एनर्जी, देखो प्रोडक्ट आपके घर में काम आता है। अगर नहाने का साबुन है तो वो मेरे को स्नान नहीं करवाता है, मेरी हेल्थ नहीं बनाता है। लेकिन ये वो प्रोडक्ट है जिसके माध्यम से आप बेटर वेजिटेबल लगा सकते हैं, अपने सब्जियों के बजट को कम कर सकते हैं, घर की पॉजिटिव एनर्जी को बढ़ा सकते हैं, रिलेशन को इम्प्रूव कर सकते हैं। उन सब की जानकारी हम कैसे देंगे वो आपके बीच में मैं शेयर करूंगा। प्लीज यहाँ पे। താങ്ക് യു. ഇതിന്റെ ഉപയോഗം, നാനാവിധത്തിലുള്ള ഉപയോഗം എങ്ങനെയാണ്? ഗാർഡൻ ഗോൾഡ് വെറുതെ കുറച്ച് പച്ചക്കറികൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഏത് തരത്തിലും നമ്മുടെ വീട്ടിൽ, അതായത് ഒരു കുടുംബത്തിൽ വേണ്ട ഐശ്വര്യം, ആരോഗ്യം തരാൻ വേണ്ട എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. നിങ്ങൾക്ക് കാണാൻ കഴിയും, പച്ചക്കറി ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള പച്ചക്കറികൾ, മട്ടർ കണ്ടു, ഇതാ പുതിന, ധനിയ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുളക്, ഇതൊക്കെ തക്കാളികൾ, ഇതൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നു. ഇത് മാത്രമല്ല, പല ആളുകൾക്കും പല തരത്തിലുള്ള മറ്റു വിശ്വാസങ്ങളുണ്ട്. പോസിറ്റീവ് എനർജി തരുന്ന ചെടികൾ, സസ്യങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. വാസ്തു കറക്റ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ചെടികൾ വീടിന്റെ പല ഭാഗത്ത് വളർത്താറുണ്ട്. പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ഇന്ന് വളർത്തുക, അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്ന് ആളുകളുടെ ഒരു ട്രെൻഡാണ്. ഇതിനൊക്കെ തന്നെ നമുക്ക് അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഹാനികരമല്ലാത്ത ഗുണകരമായ വളം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ്, എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗാർഡൻ ഗോൾഡ്. അപ്പൊ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ വീടിന്റെ മുകളിൽ പച്ചക്കറി, ഛത്തില് പച്ചക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ റൂഫ് ടോപ്പ് ഗാർഡൻസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. അപ്പൊ ഇതിലെല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട്, പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വീട്ടിൽ ഇതുപോലെ പ്ലാന്റ്, എന്താ പറയുക, മണി പ്ലാന്റ്, ചില ആളുകൾക്ക് ചില വിശ്വാസമുണ്ട്, ഈ മണി പ്ലാന്റ് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ധാരാളം പൈസ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള ചെടികൾക്കും അതിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് गार्डन गोल्ड उपयोग। सर यस सर, और हरी संजीवनी का ये ऑफर और भी इम्पोर्टेंट हो जाता है जब वहां से आपको इसके लिए इतना वैल्यूएबल सपोर्ट मिलने लग जाता है कि रविंदर जी और उनकी टीम ने हमारे को बहुत ही प्रोफेशनल और पर्टिकुलर वीडियो बना के देने की जिम्मेदारी ले ली है। और बहुत जल्दी ही 10 तो वेजिटेबल, 10 डिफरेंट वेजिटेबल, एक वेजिटेबल का एक वीडियो आएगा, यानी मिर्ची का एक वीडियो आएगा, टमाटर का एक वीडियो आएगा, पालक और पुदीने का एक वीडियो आएगा। ऐसे 10 तो वेजिटेबल के वीडियो और 5 पॉजिटिव एनर्जी और वास्तु प्लांट के वीडियो और 5 हर्ब आयुर्वेदिक प्लांट के वीडियो। ये क्योंकि केरला ऑलरेडी इस मामले में नंबर 1 है, तो ये वीडियो और ज्यादा इंपॉर्टेंट हो जाते हैं। और फिर आपके एक्सपीरियंस से जो वीडियो बनेंगे वो और भी ज्यादा पावरफुल हो जाएंगे। तो ये इतना पावरफुल सपोर्टिंग सिस्टम, इतना पावरफुल नॉलेज का सिस्टम
ऑफर की आप तीनों चीजें चेक कर सकते हैं। पहला तो ऑफर का वैल्यू 20% का ऑफर, दूसरा ऑफर का पीरियड सितंबर महीने के लिए जो हमारे लिए सबसे पीक का होता है, तीसरा ऑफर का वर्सिटाइल यूजेस कि आप उससे वास्तु को ठीक कर सकते हैं, ऑक्सीजन का लेवल बढ़ा सकते हैं, रिलेशनशिप को बेटर कर सकते हैं। आज समय शॉर्ट है तो हम आपको बहुत डिटेल जानकारी नहीं दे रहे हैं, लेकिन वी कैन गिव ऑल इंफॉर्मेशन एंड ऑल नॉलेज अबाउट दिस प्रोडक्ट कि घर में आप क्या क्या करके अपने घर को, क्योंकि जिस घर में हरियाली है उसी जीवन में हरियाली है, मेरा ये मानना है। താങ്ക് യു. ഇപ്പോ നമ്മൾ പറഞ്ഞ വെറുതെ പച്ചക്കറിക്ക് മാത്രമല്ല, ഒരു വീട്ടിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സന്തോഷങ്ങളാണോ ഉണ്ടാക്കാൻ കഴിയുന്നത് അതിനു വേണ്ട എല്ലാ തരത്തിലുള്ള എനർജി, പോസിറ്റീവ് എനർജി തരാൻ കഴിയുന്ന ഒരു സിമ്പിൾ സൂത്രവാക്യമാണ്, ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പച്ചക്കറിക്കും അതുപോലെ ഈ പറയുന്ന എനർജി വാസ്തു തരുന്നതിനും ആയുർവേദിക് പ്ലാന്റുകൾ വളർത്തുന്നതിനും ഒക്കെ. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിന് ശരിയായ ഒരു പരിഹാരം ഫലപ്രദമായിട്ട് കൊടുക്കാനുള്ള വേറൊരു മാർഗവുമില്ല. ഈ ഗാർഡൻ ഗോൾഡിന്റെ ഉപയോഗം ശരിയായ ആളുകളെ ബോധ്യപ്പെടുത്തുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താൽ മറ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തുടർന്നും നമുക്ക് ഫലം തരുന്നവയാണ്. നമ്മൾ വാങ്ങിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് മാത്രമാണെങ്കിൽ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ മാത്രം സവിശേഷത ഒരു ബഹുമുഖമായ നേട്ടം നമുക്ക് ഉണ്ടാക്കി തരുന്നു. അതിന്റെ തുടർ ഉപയോഗം ആളുകൾക്ക് ബോധ്യപ്പെടുകയും അവരത് തുടർ ഉപയോഗം സാധ്യമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ശരിയായി ഇതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ഇതിന്റെ ഉപയോഗവും ഇതിന്റെ പ്രോത്സാഹനവും. സർ, और मेरा अपना बिलीव है, आई बिलीव, फर्म बिलीव इन दिस कि हमारे घर में ये प्लांट तो होने ही चाहिए। ये मस्ट कंपल्सरी इन एवरी फैमिली, एवरी, चाहे वो रेंटल हाउस में रहता हो, फ्लैट में रहता हो, बंगलों में रहता हो, झोंपड़ी में रहता हो, लेकिन एक तुलसी प्लांट होना चाहिए, एक केली का प्लांट होना चाहिए, एक मनी प्लांट होना चाहिए, एक लकी बेम्बो होना चाहिए, एक नीम गिलोई होना चाहिए, एक एलोवेरा होना चाहिए, और एक कुछ हर्बल मेडिसिन प्लांट आपके घर में होने ही चाहिए। वेजिटेबल तो एडिशनल है। तो ये इतना कंपल्सरी जो प्रोडक्ट है उसका अवेयरनेस पूरे भारत में फैलाना, घर घर में फैलाना एक मिशन है, एक ह्यूमैनिटी का सर्विस है। दिस इज द डेडिकेशन टू ह्यूमैनिटी। अगर लोगों को ये जानकारी नहीं है तो उन तक, और वैसे भी धरती को बचाने के लिए धरती को हरा बनाना है। और मैं मानता हूं कि जो लोग समय को, पहले समय को समझते हैं वो विजेता होते हैं, और जो समय के साथ समय को समझते हैं वो इंसान होते हैं, और जो समय के बाद समय को समझते हैं वो तो भीड़ का हिस्सा होते हैं। और आई नो वेरी वेल कि केरल भीड़ का हिस्सा नहीं होता है, केवल विजेताओं का हिस्सा होता है। इसी के बाद आई थैंक यू सो मच एंड सो थैंकफुल टू यू ऑल कि आपने मेरी बात को बहुत ठीक से सुना। और बस इसी आशा के साथ कि जो हमने बड़े से बड़े टारगेट लिए हैं, बहुत बड़े बड़े टारगेट हम लोगों ने लिए हैं, उसमें आप लोगों का सपोर्ट और आप लोगों का रोल विल बी द 20% और रिजल्ट होगा आपका 80%। थैंक यू सो मच। आप थैंक यू सर। वो स्लाइड का प्रीवियस स्लाइड। हाँ, एक मिनट में बस मीटिंग खत्म करके उसको सारा समझ के और मैं तुम्हारे से बात भी करूंगा, वो एप्पल की भी बताता हूँ। तो स्लाइड सर, സ്ലൈഡ് പ്രീവിയസ് സ്ലൈഡ് സർ, പല സ്ലൈഡ്. എല്ലാ വീട്ടിലും വേണ്ടതായിട്ട് ഞാൻ കണക്കാക്കുന്ന കുറച്ച് സസ്യങ്ങളാണ്, ഔഷധ സസ്യങ്ങളാണ്, അല്ലെങ്കിൽ ആരോഗ്യം തരുന്നവ മാത്രമല്ല ഭാഗ്യം തരുന്നതൊക്കെ ആയിട്ട് ആളുകൾ വിശ്വസിക്കുന്നതാണ്. തുളസി, കെല്ലി, മണി പ്ലാന്റ്, ലക്കി ബാംബു, നീം ഗിലോയ്, അലോവേര, ഹെർബൽ മെഡിസിൻ പ്ലാന്റുകൾ പലതും. ഇതൊക്കെ എല്ലാ വീട്ടിലും വേണ്ടതാണ്. പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി നമ്മൾ കൃത്രിമത്വത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണത്തോടെ മാത്രമല്ല, നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ഭൂമിയും ഒക്കെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചു വരുമ്പോഴാണ്. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള സസ്യങ്ങളും അവയിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനും
ഒക്കെയാണ് നമ്മുടെ അന്തരീക്ഷത്തിന് പോലും എന്താ പറയുക ഗുണം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സസ്യങ്ങൾ, ചെടികൾ എല്ലാ വീട്ടിലും വേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്ത് തന്നെ ആയാലും അവസരത്തെ, സർ നെക്സ്റ്റ് സ്ലൈഡ്, അവസരത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ അവസരത്തെ സമയത്തിന് മുമ്പ് മുൻകൂട്ടി മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരാണ് വിജയികളായിട്ട് പിന്നീട് അറിയപ്പെടുന്നവർ. എന്നാൽ സമയം വന്നതിന് ശേഷം അല്ലെങ്കിൽ മാറ്റത്തിന് സമയമാകുമ്പോൾ അതിന്റെ കൂടെ പോകുന്ന ആളുകളെ മനുഷ്യര് സാധാരണക്കാരായിട്ട് നമ്മൾ കണക്കാക്കും. എന്നാൽ ആ ആ മാറ്റത്തിന്റെ അവസരം അല്ലെങ്കിൽ ആ അവസരം വന്ന് മാറ്റം ഉണ്ടായിട്ടും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന ആളുകൾ ആൾക്കൂട്ടത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെ ആരും ശ്രദ്ധിക്കാൻ ഇടവരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ആൾക്കൂട്ടമാകാനോ സാധാരണക്കാരാകാനോ അല്ല ശ്രമിക്കേണ്ടത്, നമ്മൾ വിജയികളാവാൻ ശ്രമിക്കണം. കേരളത്തിലെ ആളുകളുടെ പ്രവർത്തനം പണ്ട് മുതലേ എപ്പോഴും മാതൃകാപരമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിജയികളായി തീരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് നിങ്ങൾക്ക് ദൈവം അവസരം തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. सर आपका माइक म्यूट है सर. बहुत बहुत धन्यवाद सर. मैं गुरुदेव को प्रणाम करता हूँ, वंदन करता हूँ कि आपने हमें ये आशीर्वाद दिया. और मुझे कोई संदेह नहीं है कि केरला की जो टीम है, मूर्ति सर की जो टीम है, ये इस ऑफर में 101% नंबर 1 रहेगी इंडिया में. और यहाँ के लोग अभी बहुत तेजी से कार्य करेंगे. मुझे मूर्ति जी ने पिछले 3-4 बहुत बड़ा गेम चलाना चाहता हूँ सर. हाँ. केरला अकेला एक तरफ और पूरा हिंदुस्तान एक तरफ, फिर भी केरला ही जीतेगा. यस 100% सर, 100%. क्योंकि केरला में जो 80-20 की है. हाँ. और केरला 80 में नहीं 20 में ही रहता है. ये 100%. तो मैं तीन दिन पहले की बात बताता हूँ. मूर्ति जी से बात हो रही थी. मूर्ति जी ने कहा कि सर मैं भिलवाड़ा में रिक्वेस्ट करता हूँ कि हमारे केरला में गार्डन गोल्ड का सेपरेट ट्रक नासिक से केरला भेज दो. तो मैं तैयार हूँ मूर्ति जी, आप तैयार हो जाइए. आपको जब भी चाहे तब भी आपको ट्रक मिल जाएगा. और मुझे कहते हुए बड़ी खुशी हो रही है मूर्ति जी. आज की तारीख है 11, कल 10 तारीख, पहले 10 दिनों में 19,000 गार्डन गोल्ड पाउच का बिलिंग हो चुका है. 19,000 गार्डन गोल्ड पाउच का बिलिंग हो चुका है. और गुरुदेव ने जो सपना देखा है 1,20,000 का हो जाएगा. इस संडे से पहले 1,20,000 का हो जाएगा. यस 100%. तो मैं बहुत सभी केरला के लीडर्स का धन्यवाद देता हूँ, आभार व्यक्त करता हूँ. और स्पेशली मूर्ति सर आपका बहुत आभार व्यक्त करता हूँ. और आप हमें वक्त देते हैं, हम जब भी कहते हैं तो यही आपका सक्सेस का राज है. तो आने वाले दिनों में बहुत बड़ा कार्य करते हैं. अभी जाते जाते 16 सितंबर को आरसीएम दिवस, टीसी जी के बर्थडे पर हम लोग आरसीएम दिवस मनाते हैं. तो उस दिन तो पूरे दिन भर का प्रोग्राम है, मगर हरित संजीवनी का प्रोग्राम है. 12:10 पर हरित संजीवनी का प्रोग्राम रहेगा. और वो लिंक आपको भेज दी जाएगी. और बहुत डिजिटल सेलिब्रेशन, खतरनाक डिजिटल सेलिब्रेशन होगा हरित संजीवनी टीम की तरफ से. माननीय त्रिलोकचंद छाबड़ा साहब बिजनेस रचयिता, इनका और कुछ चंद नया मिशन हम लोग गुरुदेव के मार्गदर्शन से उस मिशन को लॉन्च करना चाहते हैं. वो मिशन लॉन्च होगा. तो प्लीज आप उस प्रोग्राम का हिस्सा बनिए. बहुत बहुत धन्यवाद. थैंक यू. मेरी पूरी हरित संजीवनी टीम को भी मैं बहुत बहुत धन्यवाद देता हूँ. और बहुत ज्यादा हो चुका है. तो मूर्ति सर प्लीज कैरी ऑन. बहुत बहुत धन्यवाद. गुरुदेव आपको वंदन, प्रणाम. थैंक यू सर. थैंक यू. केरला टीम का, मूर्ति जी की पूरी टीम का आई सो थैंकफुल कि लैंड ऑफ गॉड्स लैंड के ऊपर मेरे को डिजिटली आने की अनुमति मिलती है. और गॉड्स लैंड पे रहने वाले देवताओं का आशीर्वाद लेने का मुझे मौका मिलता है. और हम लोगों ने जो बहुत बड़े बड़े मिशन लिए हैं उनमें आप लोगों का कंट्रीब्यूशन बहुत अच्छा रहता है. और रविंदर जी कंप्लीटली डेडिकेशन के साथ में एक, वो कहते हैं कि जिस तरह से सर्जिकल स्ट्राइक की आर्मी काम करती है पूरे कमिटमेंट के साथ, रविंदर जी
उसी कमिटमेंट के साथ काम करते हैं और इनकी पूरी टीम उस सर्जिकल स्ट्राइक को 100% विनिंग पोजीशन पे लेके जाती है। थैंक यू सो मच, थैंक यू एवरीबडी अगेन एंड अगेन, थैंक यू। താങ്ക് യു സർ. സാറ് പറഞ്ഞ ഒരു കാര്യം കൂടെ എനിക്ക് പറയണം. ഏക് സെക്കൻഡ് അവർ സർ. കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ പലപ്പോഴും ഇവിടെ പറയുന്ന കാര്യമാണ്, ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന RCM ബിസിനസ് മുഴുവൻ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് കേരള ടീം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 80-20 പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഈ 20% വരുന്ന ആളുകളായതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസ് മുഴുവനായിട്ടും കേരളത്തിൽ മാത്രം ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിലെ ടീമിനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഗാർഡൻ കോളിൽ ഒരു കണക്ക് പറഞ്ഞത് 10-ാം തീയതിക്കുള്ളിൽ 19,000 പീസ് ഓൾറെഡി ബിൽ ചെയ്ത് കഴിഞ്ഞു. ഈ ഞായറാഴ്ചക്കുള്ളിൽ, അതായത് ഇനി അടുത്ത 2 ദിവസത്തിനുള്ളിൽ 1,20,000-ൽ പരം സെയിൽ നടക്കുമെന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ആ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വളരെ വേഗത്തിൽ ആളുകൾ ഇതിനെ ഉൾക്കൊള്ളുന്നു. നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് തന്നെ ഏറ്റെടുക്കുന്നു. ഏതായാലും കേരളത്തിലെ ഈ ടീമിനോടൊപ്പം വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വീണ്ടും വരും. നമ്മുടെ 16-ാം തീയതി നടക്കുന്ന സെപ്റ്റംബർ 16-ാം തീയതി നടക്കുന്ന RCM ദിവസ് സെലിബ്രേഷനിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ഹരിതസഞ്ജീവനിയുടെ പ്രോഗ്രാം ഉണ്ടാകും. അതിന്റെ ലിങ്ക് നമുക്ക് കിട്ടുന്നുണ്ടാകും. ആ പ്രോഗ്രാമിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കണം. അപ്പോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. बहुत बहुत धन्यवाद सर. बहुत बहुत धन्यवाद. थैंक यू. ओके सर, थैंक यू सर. Yes, थैंक यू. sir. Yes, जय RCM सर. Yes. വളരെ വളരെ വലിയ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തായാലും പറയാ ആ ഒരു വെറും പ്രോത്സാഹനം മാത്രമല്ല, നമ്മുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്ന തരത്തിലുള്ള എന്താ പറയാ അഭിനന്ദനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. കേരള ടീം എന്ന് പറയുമ്പോൾ ആ സ്ലൈഡിൽ കാണിച്ച 80-20 നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ 80-ലല്ല, നമ്മൾ ആ 20-ലാണ്. ആ 20-ൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോ പടി നേട്ടം ഉണ്ടാക്കാനും ഇതിന്റെ നന്മകൾ എല്ലാവരിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം. ഓക്കെ, വളരെ സന്തോഷം. ഇത്രയധികം ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും നിങ്ങളുടെ നേതൃത്വത്തിൽ ഈ മാസം തന്നെ ഒരു 10 ഡിസ്പ്ലേ വാളെങ്കിലും പ്രൊമോട്ട് ചെയ്യുക. ആ 10 ഡിസ്പ്ലേ വാളുകാരും എല്ലാവരും പരമാവധി പ്രോത്സാഹനം ഗാർഡൻ കോളിൽ കൊടുക്കുക. അതിൽ നമുക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടമല്ല, ഒരു ഉത്തമ പൗരൻ എന്ന നിലയ്ക്ക്, ഒരു RCM ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ നാട് നന്നാക്കാനും നമ്മുടെ നാട്ടുകാർക്ക് ആരോഗ്യം കൊടുക്കാനും ഉള്ള നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഗാർഡൻ കോളിൽ എല്ലാ വീട്ടിലും എത്തിക്കാനുള്ള ഒരു ശ്രമം, കൂട്ടായ ശ്രമം നമുക്ക് നടത്താം. അതിൽ ശരിയോടെ സാർ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിന്റെ ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവില്ല. കാരണം നമ്മൾ ആവശ്യപ്പെട്ടാൽ ഗാർഡൻ കോളിലെ ഒരു ലോഡ് ഫുള്ളായിട്ട് നമുക്ക് ഡയറക്റ്റ് ഡിപ്പോയിലേക്ക് അയക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, കഴിഞ്ഞ മാസം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ വാൾ തന്നെ ഒരു 10 പീസ് വീതം എല്ലാവരും വാങ്ങിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒരു ലോഡ് അഡീഷണൽ ആയിട്ട് ആവശ്യം വരും. നമ്മൾ അവസാനത്തെ ദിവസം, മാസാവസാനം പോയി പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പിക്കപ്പ് സെന്ററിൽ പോയാലും ഡിപ്പോയിൽ പോയാലും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു 10 ദിവസം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് റൈസ് ചെയ്യാൻ. കാരണം നമ്മൾ ബിൽവാലിൽ നിന്ന് എത്രമാത്രം ദൂരെയാണെന്നുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം. ഓക്കെ, തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം തന്ന BC ചബ്ര സാറിനും രവീന്ദ്ര ശിരോഡെ സാറിനും ഹരിസഞ്ജീവനി ടീമിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു.